എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന പിന്നെ വീഡിയോസൊക്കെ കാണുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് ഹോസ്പിറ്റലിൽ സഹോദരൻ വന്നിട്ട് എന്നെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു എന്നാണ്. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ ഇങ്ങോട്ട് വന്നു. വീട്ടിൽ വന്നപ്പം അമ്മ വീട്ടിലുണ്ടായിരുന്നു. അമ്മ ഓടി വന്ന് ചോദിച്ചു എങ്ങനെയുണ്ട്. അപ്പം നാട്ടും പറഞ്ഞു കുഴപ്പമില്ല, ഇതുപോലെ ഓക്സിജൻ കൊടുത്തിട്ടിരിക്കുക, കുഴപ്പമില്ല, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം, അപ്പം കൊച്ചു ഒരുങ്ങി പോകണം, അതുകൊണ്ട് വന്നേന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ അകത്ത് വന്നപ്പോൾ എന്നോട് പറഞ്ഞു ഇയാൾ ഡ്രസ്സ് മാറുക, അണ്ണൻ വരുമ്പോഴത്തേന് വേറെ ഡ്രസ്സൊക്കെ എടുത്തിട്ടിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം. ഡ്രസ്സ് മാറാൻ പറഞ്ഞു. അങ്ങനെ ഡ്രസ്സൊക്കെ മാറി ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ ജനലിൻ്റെ അടുത്തുകൂടെ വഴിയിലോട്ട് നോക്കി ഇങ്ങനെ കട്ടിലിൽ തന്നെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ താഴെ നമുക്കൊരു ചെറിയ വഴിയുണ്ട്, ഒരു കോൺക്രീറ്റ് റോഡുണ്ട്. അപ്പൊ അവിടെ ഒന്ന് രണ്ട് പേരൊക്കെ ബൈക്കിലൊക്കെ വന്ന് നിൽക്കുന്നു. അപ്പൊ ഞാൻ നാട്ടിലൂടെ എന്തോ അവിടെ ആളുകളൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്ന എന്തോ കാര്യം. അന്നിട്ട് പറഞ്ഞ് ഇങ്ങനെ കുഞ്ഞിനെ ഇങ്ങനെ ഒരു അപകടം പറ്റിയെന്ന് അറിഞ്ഞടേ, ഇപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് എന്തുവാന്ന് അറിയാനൊക്കെ വന്നവരാ, അല്ലാതൊന്നും അല്ലെന്ന് പറഞ്ഞു. ശരി, അങ്ങനെ ഞാൻ വഴിയിലോട്ട് അണ്ണം വരുന്നത് നോക്കി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ ആരോ ഒന്ന് രണ്ട് പേര് നമ്മുടെ വീട്ടിലോട്ടും വന്നു. അപ്പോഴും ഞാൻ ചോദിച്ചപ്പോഴും നാത്തൂൻ ഇത് തന്നെയാ പറഞ്ഞത്, ഇല്ല വേറെ ഒന്നുമില്ല. അപ്പൊ എന്റെ ചേട്ടന്റെ വൈഫ് വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ ചേച്ചി ഇപ്പൊ ലീവ് എടുത്ത് വന്ന് എന്താ കാര്യം? അതിന് പറഞ്ഞ് ചേട്ടൻ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ വീടിന് സുഖമില്ലാന്ന്. അങ്ങനെ ഇയാള് ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളു, അതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് അങ്ങനെ വന്നയാന്ന് പറഞ്ഞു. അപ്പോഴും എന്റെ മനസ്സിൽ എന്തോ ഒരു ടെൻഷൻ പോലെ. എങ്കിലും എല്ലാവരും എന്നോട് പറയുന്നത് കുഴപ്പമില്ല കുഴപ്പമില്ല എന്നാണ്. അങ്ങനെ കുറെ കഴിഞ്ഞ് ഞാൻ റോഡിലോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പെട്ടിയാട്ടം ഇങ്ങനെ കയറി വരുന്നു. അതിൽ കുറെ ടാർപ്പയും കസേരയും ഒക്കെ ആയിട്ട് വരുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ മോള് പോയി എന്നുള്ളത്. അതുവരെ കെട്ടിപ്പടുത്ത് കൊണ്ടുവന്ന് എല്ലാം അവിടെ കൊണ്ട് അവസാനിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇനി മുന്നോട്ടൊരു ജീവിതം ഇല്ല എന്ന് തന്നെ ഞാൻ വിചാരിച്ചു. അതിലുപരി അച്ഛനും മോളും തമ്മിലുള്ള ബന്ധം, അത് എത്ര പറഞ്ഞാലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ബന്ധമായിരുന്നു. കാരണം ആദ്യത്തെ 9 വർഷം ഞങ്ങൾക്ക് അവള് മാത്രമേ ഉള്ളായിരുന്നു. എല്ലാ കഷ്ടപ്പാടിനിടയിലും അവളുടെ ചിരിയും കളിയും മാത്രമായിരുന്നു ഞങ്ങളുടെ ആകെയുള്ള ആശ്വാസം. പിന്നീടാണ് മോനുണ്ടായത്. അപ്പൊ അവളില്ലാത്തൊരു ലോകത്തിന് ഞങ്ങൾ ജീവിക്കുക, ഏട്ടന് ഇതെങ്ങനെ താങ്ങും, ഏട്ടനെ ആരറിയിക്കും, ഇങ്ങനൊക്കെ ഉള്ള പല ചിന്തകൾ എന്നെ വല്ലാതെ വേദനിപ്പിച്ച്. ഞാൻ വിചാരിച്ച് ഏട്ടനും കൂടെ എന്നെ വിട്ടു പോവുക, ആരുമില്ലാതെ ഞാനും കുഞ്ഞും കൂടെ എന്ത് ചെയ്യേണ്ടി വരും, എൻ്റെ മോളെ ഇല്ലാതെ എങ്ങനെ ഞങ്ങൾ ജീവിക്കും, ഇത് മാത്രമായിരുന്നു എൻ്റെ മനസ്സിലെ ചിന്ത. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാരെല്ലാം വന്ന് എല്ലാവരും എല്ലാം അറിഞ്ഞു. ബാക്കി